മനുഷ്യന്റെയും കൈകൊണ്ടാണ് രാവണന്റെ മരണമെന്നു മേഘനാഥൻ അറിഞ്ഞിരുന്നു. ആ വിപത്തു തടയാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി. സമുചിതമായ മന്ത്രോച്ചാരണാദി ചടങ്ങുകളോടുകൂടി ബ്രഹ്മാസ്ത്രം പ്രയുക്തമായി. മന്ത്രങ്ങളാൽ പവിത്രീകൃതമായതും ബ്രഹ്മാവിൽ സമർപ്പിതവുമായ ആ ആയുധത്തോടു ഹനുമാൻ വലിയ ആദരവുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിന് എതിർപ്രവർത്തനമൊന്നും നടത്തിയില്ല. ബഹുമാനപൂർവ്വം അതിന്റെ മുമ്പിൽ പ്രണമിച്ചു. അതിനാൽ നാഗപാശം കൊണ്ട് ഹനുമാനെ എളുപ്പം ബന്ധിക്കാൻ മേഘനാഥൻ കഴിഞ്ഞു. ആഹ്ലാദം കൊണ്ട് മതിമറന്ന രാക്ഷസന്മാർ ഈ സന്തോഷവാർത്ത രാവണനെ അറിയിച്ചു. ലക്ഷക്കണക്കിന് രാക്ഷസന്മാർ തെരുവീഥികളിൽ തിങ്ങിക്കൂടി ബന്ധിതനായ കപിയെ ഒന്നു കാണുവാൻ തിക്കിത്തിരക്കി. ഭയമോ ഉത്കണ്ഠയോ ഹനുമാനെ ബാധിച്ചിരുന്നില്ല. സർവ്വസമയൊരു മന്ദഹാസത്തോടുകൂടി ജനലക്ഷങ്ങളെ വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ശാന്തനായി നടന്നു നീങ്ങി. ഒടുവിൽ അവർ രാവണന്റെ സഭാതലത്തിലെത്തി. ആ സഭാതലത്തിലുണ്ടായിരുന്ന പ്രതാപത്തിന്റെയും ആഡംബരത്തിന്റെയും പ്രദർശനത്തിനും നേരെ ഹനുമാൻ കാണിച്ച അവമതിജനകമായ അലക്ഷ്യഭാവം കണ്ട് രാജസ്തുതിപാഠകന്മാരും മന്ത്രിമാരും മറ്റും അമ്പരന്നുപോയി. ആ വാനരന്റെ വിലക്ഷണമായ രൂപം കണ്ട് രാവണൻ ഉറക്കെ ചിരിച്ചു. അടുത്ത നിമിഷം തന്നെ ആസന്നമായ മരണത്തെ സംബന്ധിച്ച ഭയം അദ്ദേഹത്തെ പിടികൂടി. എന്നിരുന്നാലും ആ ഘട്ടത്തിൽ അദ്ദേഹത്തിലുണ്ടായിരുന്ന സർവ്വപ്രധാനമായ വികാരം ക്രോധമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഹേ വാനര, നീ ആരാണ്? ആരുടെ ബലത്തിലാണ് നീ പരാക്രമം കാണിച്ചത്? ഈ ഫലവൃക്ഷത്തോപ്പും ക്രീഡാവനവും നീയേതിനു നശിപ്പിച്ചു? പിടിച്ചുകെട്ടിക്കഴിഞ്ഞിട്ടും നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? നീ ശിരസുയർത്തിക്കൊണ്ടാണല്ലോ ചുറ്റും നോക്കുന്നത്. വേഗം ശരിയായ ഉത്തരം പറയൂ. ചോദ്യകർത്താവിനെ നോക്കി ഹനുമാൻ ഹാർദ്ദമായി ഒന്ന് ചിരിച്ചു. ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഉത്തരം പറയാൻ അദ്ദേഹം ഉപയോഗിച്ച ശൈലിയും പദങ്ങളും. പക്ഷേ അലങ്കാരശാസ്ത്രത്തിലും വ്യാകരണത്തിലും അതിനിപുണനായിരുന്ന രാവണന് ഹനുമാൻ പറഞ്ഞതെല്ലാം പൂർണ്ണമായും മനസ്സിലായി. അവർ തമ്മിൽ നടന്ന സംഭാഷണം രണ്ട് ബുദ്ധിരാക്ഷസന്മാർ തമ്മിലുള്ള തർക്കം പോലെയാണ് ശ്രോതാക്കൾക്ക് തോന്നിയത്. അജയ്യതയെപ്പറ്റി ഹനുമാനെ ബോധ്യപ്പെടുത്തുന്നതിനായി രാവണൻ ജാലവിദ്യയിലെ പല അടവുകളും പ്രദർശിപ്പിച്ചു. അദ്ദേഹം പലതരം ശക്തികളെയും അഭ്യാസങ്ങളെയും കാണിച്ചു. പക്ഷേ അതൊന്നും കണ്ടിട്ട് ഹനുമാന് യാതൊരു മാറ്റവുമുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, രാവണ, താങ്കളുടെ പരാക്രമങ്ങളെപ്പറ്റി എനിക്കറിയാം. താങ്കൾ 1000 ഭുജങ്ങളെക്കൊണ്ട് യുദ്ധം ചെയ്യുമെന്നും കേട്ടിട്ടുണ്ട്. താങ്കൾ ബാലിയുമായി ചെയ്ത പ്രശസ്തമായ യുദ്ധത്തെപ്പറ്റിയും എനിക്കറിയാം. പക്ഷേ ഞാനെന്താണ് തെറ്റു ചെയ്തത്? എനിക്ക് വിശന്നു. ഞാൻ കുറേ ഫലങ്ങൾ പറിച്ചു തിന്നു. എന്നെ രാക്ഷസഭടന്മാർ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വൃക്ഷങ്ങൾ വേരോടെ പിഴുതെടുത്ത് അവരെ തടുത്തു. അതെന്റെ പ്രകൃതിയാണ്. ഞാൻ എന്റെ ശരിയായ സ്ഥാനത്തായിരുന്നു, എന്റെ പ്രകൃതിപരമായ വാസസ്ഥലം, അതായത് വൃക്ഷാഗ്രത്തിൽ. തീർച്ചയായും ഓരോരുത്തർക്കും സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാനും ശരീരം രക്ഷിക്കാനുമുള്ള ആഗ്രഹവും ദൃഢനിശ്ചയവുമുണ്ട്. താങ്കളുടെ ഭടന്മാർ പടുവികൃതികളാണ്. അവരെന്നെ ഉപദ്രവിച്ചു. അതുകൊണ്ട് ഞാനവരെയും ഉപദ്രവിച്ചു. എന്റെ ആക്രമണം സഹിക്കവയ്യാതെ അവർ കൊല്ലപ്പെട്ടു. ഞാൻ എന്റെ ആത്മരക്ഷയ്ക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. താങ്കളുടെ പുത്രന്റെ ബ്രഹ്മാസ്ത്രം എന്നെ ഈ ബന്ധനത്തിന് പ്രേരിപ്പിച്ചു. പകരമായി താങ്കളെ ചതിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്റെ സ്വാമിയുടെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുക മാത്രമാണ് എന്റെ ആഗ്രഹം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. സ്വന്തം അഭിമാനത്തിന്റെയും കീർത്തിയുടെയും എല്ലാ അഹങ്കാരവും ഉപേക്ഷിക്കൂ. താങ്കളുടെ ഗോത്രത്തെയും താങ്കൾ പിറന്ന കുടുംബത്തെയും കുറിച്ചാലോചിക്കൂ. താങ്കൾ ബ്രഹ്മാവിന്റെ പ്രപൗത്രനാണ്, മഹാനായ പുലസ്ത്യന്റെ പൗത്രനും വിശ്രവസിന്റെ പുത്രനും. ആഡംബരവും പ്രതാപവും അന്തസ്സും ശക്തിയും കൂട്ടിവയ്ക്കാനുള്ള വ്യാമോഹം ഉപേക്ഷിക്കൂ. ഭക്തന്മാരുടെ ഹൃദയത്തിലെ ഭയസംഹാരകനെ ഇക്ഷ്വാകുവംശകിരീടമണിയും രഘുവംശരത്നവുമായ രാമനെ താങ്കളുടെ ഹൃദയത്തിൽ ആരാധിക്കൂ. അവിടുത്തെ മുന്നിൽ കാലം പോലും വിറകൊള്ളുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. രാമന്റെ പാദകമലങ്ങളിൽ സീതയെ സമർപ്പിക്കൂ. എന്നിട്ട് ആ കരുണയിൽ നിന്നും പ്രവഹിക്കുന്ന കരുണയെ ധ്യാനിക്കൂ. ആ കരുണയാൽ കരുത്താർജിച്ച് ലങ്കാരാജ്യം എന്നേക്കുമായി ഭരിച്ചുകൊള്ളൂ. സൂര്യനും ചന്ദ്രനും ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന കാലത്തോളം ഒരു കളങ്കവുമില്ലാതെ തങ്ങളുടെ പിതാമഹനായ പുലസ്ത്യന്റെ പ്രഭാവം ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക. തങ്ങളുടെ രാജവംശത്തിന്റെ സൽപ്പേര് തങ്ങൾ ഒരിക്കലും കളങ്കപ്പെടുത്താതിരിക്കണം. തങ്ങളുടെ ദംഭം വ്യാമോഹവും വർജിക്കുക. അല്ലയോ രാജാധിരാജ? മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ വർഷകാലത്ത് വെള്ളപ്പൊക്കമുണ്ടാക്കി രോഷാകുലരായി കുത്തിയൊലിച്ചൊഴുകുന്നു. എന്നാൽ വാരങ്ങൾക്കുള്ളിൽ അവ വറ്റി വെള്ളം ഒലിച്ചിറങ്ങുന്നു, ചെറുചാലുകളായി മാറുന്നു. തങ്ങളുടെ ശക്തിയും സമ്പത്തും ക്ഷണം വറ്റി അപ്രത്യക്ഷമാകും. ശക്തിയുടെയും സമ്പത്തിന്റെയും ഉറവിടമായ രാമനെ ആരാധിക്കൂ. എന്നാൽ അവ ഒരിക്കലും വറ്റുകയില്ല. കാരണം സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒരിക്കലും തീരാത്ത ഉറവയാണിവിടെയുള്ളത്. രാമൻ എന്നും സമ്പൂർണനാണ്. രാമൻ നഷ്ടം വരുന്നില്ല. പക്ഷേ നിങ്ങൾ രാമനിൽ നിന്നും നേടുന്നു. അല്ലയോ രാവണ?
ഞാൻ മറച്ചു പിടിക്കാതെ തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്. രാമനോടുള്ള വിദ്വേഷം കൊണ്ട് അന്ധനായിപ്പോയ ഭാഗ്യഹീനനായ ഒരുവനെ ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. എന്റെ ഉപദേശം സ്വീകരിക്കൂ. ഹനുമാന്റെ ഈ വാക്കുകൾ മൃദുവും പഥ്യവുമായിരുന്നു. അവ ജ്ഞാനം കൊണ്ടും ധർമ്മം കൊണ്ടും നിറഞ്ഞതായിരുന്നു. എന്നാൽ രാവൺ ആ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കോപിഷ്ഠനായി രാവണൻ പറഞ്ഞു, വിഡ്ഢീ, എന്താ നീ എന്നെ ഉപദേശിക്കുന്നത്? നിന്റെ മരണമടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ഇപ്രകാരം ഇത്രയും നേരത്തോളം പ്രസംഗിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടാവുമായിരുന്നില്ല. ജൽപ്പനം മതി, വായടക്കൂ. ഹനുമാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം തിരിച്ചടിച്ചു, രാവണ, നിന്റെ ഈ വാക്കുകൾ നിന്റെ അന്ത്യവിധിയെ കാണിക്കുന്നു. കഷ്ടം, നീ ഭ്രാന്തനായിരിക്കുന്നു. താമസിയാതെ ഞാൻ പറഞ്ഞതിന്റെ സത്യമറിയാറാവും. മരണമടുത്തിരിക്കുന്നുവെന്ന് നിനക്കറിയാൻ കഴിയും. നിർഭയനായി ഒരതിരോ പരിധിയോ ഇല്ലാതെ ഹനുമാൻ സംസാരിച്ചപ്പോൾ രാവണൻ നിയന്ത്രണാതീതമായ വിധം ക്രോധാവിഷ്ടനായി. അഗ്നി വമിക്കുന്ന വിധം അലറിക്കൊണ്ട് വെല്ലുവിളി എന്ന നിലയിൽ തുടയടിച്ചുകൊണ്ട് രാവണൻ എഴുന്നേറ്റു. ഈ അധികപ്രസംഗി, യായമർക്കടനെ കൊന്നുകളയുക! രാവണൻ ഗർജിച്ചു. നാഗപാശത്താൽ ബന്ധിതനായി നിൽക്കുന്ന ഹനുമാന്റെ സമീപത്തേക്ക് എല്ലാവരും ഓടിച്ചെന്നു. ആ ഘട്ടത്തിൽ രാവണസഹോദരനായ വിഭീഷണൻ തന്റെ പരിജനങ്ങളോടുകൂടി സഭാതലത്തിലേക്ക് കടന്നുവന്നു. അദ്ദേഹം ജ്യേഷ്ഠന്റെ മുൻപിൽ ദണ്ഡനമസ്കാരം ചെയ്തു. പിന്നീട് പ്രതിഷേധരൂപത്തിൽ പറഞ്ഞു, സ്വാമി, ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ല, രാജധർമ്മം അംഗീകരിക്കുന്ന പ്രവൃത്തിയല്ലാത്. മറ്റ് ഏതു രൂപത്തിലും ദൂതനെ ശിക്ഷിക്കാം, പക്ഷേ മരണശിക്ഷ വിധിച്ചുകൂടാ. രാവണന്റെ മന്ത്രിമാരും ഈ വാദത്തെ പിന്താങ്ങി അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ തത്വമാണെന്ന് അഭിപ്രായപ്പെട്ടു. ശരി, തെറ്റ് എന്നിവയെ സംബന്ധിച്ച അവരുടെ ആശയങ്ങളെ രാവണൻ പുച്ഛിച്ചു ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം താഴോട്ടിറങ്ങി വന്നു പറഞ്ഞു, ശരി, അവനെ അംഗഭേദം ചെയ്ത് അയയ്ക്കുക. എങ്ങനെ ഹനുമാനെ അംഗഭംഗം വരുത്തണമെന്നതിനെപ്പറ്റി മന്ത്രിമാർ ആലോചിച്ചു. കുരങ്ങന്മാർക്ക് വാലിൽ വലിയ അഭിമാനമാണ്. വാല് നീണ്ടതും ശക്തിയുള്ളതുമായി അവികലമായി സൂക്ഷിക്കുന്നതിൽ വാനരന്മാർ ഉത്സുകരാണ്. വാലിൽ തുണിചുറ്റി നനഞ്ഞുകുതിർന്ന് തുളികളായി ഇറ്റിവീഴുന്നതുവരെ എണ്ണയൊഴിച്ച് ആ വാലിന് തീ കൊളുത്തുന്നതായിരിക്കും ഏറ്റവും നല്ല ശിക്ഷയെന്ന് ആരോ അഭിപ്രായപ്പെട്ടു. ഈ പദ്ധതി ഏകകണ്ഠേന സ്വീകൃതമായി. ഈ ആശയത്തിന്റെ പിന്നിലുള്ള അത്ഭുതകരമായ മേധാശക്തിയെപ്പറ്റി അവർ പരസ്പരം അമിതമായി ആഹ്ലാദിച്ചു. ഈ വാലില്ലാ കുരങ്ങൻ തന്റെ യജമാനന്റെ സമീപം പോയി ആ നഷ്ടത്തിനു പകരം വീട്ടാനായി അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആ യജമാനന്റെ പൗരുഷവും പരാക്രമവും കാണാം. സഭാതലത്തിൽ അന്യോന്യം മന്ത്രിക്കുന്നതിന്റെ വെള്ളപ്പൊക്കമുണ്ടായി. ഹനുമാൻ അവരുടെ വൃഥാഭാഷണങ്ങൾ ശ്രദ്ധിച്ചു. അവരുടെ ചലനങ്ങൾ സൂക്ഷിച്ചു. പക്ഷെ ഈ അവസരത്തിലെല്ലാം ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. അവർ സംസാരം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിയുടെ ഒരിടിവെട്ടുതന്നെ നടത്തി. അപമാനകരമായ ഈ പെരുമാറ്റത്തിന്റെ നേരെ രാക്ഷസർ ക്രോധാവേശരായി. അവർ തുണിയും എണ്ണയും കൊണ്ടുവന്നു. വാലിന് തുണിചുറ്റാനും എണ്ണ നനയ്ക്കാനും തുടങ്ങി. പക്ഷേ അവർ അത് ചെയ്യുന്തോറും വാലിന്റെ നീളം കൂടിക്കൂടി വന്നു. നാഴികകൾ നീളമുള്ള ശീലയും അനേകമെണ്ണ
പ്രാപ്തി നിറയെ എണ്ണയും കൊണ്ട് മതിയായില്ല. ഈ അത്ഭുതവാർത്ത നഗരം മുഴുവൻ പരന്നു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഈ ആശ്ചര്യം കാണാൻ വേണ്ടി സഭാതലത്തിലേക്ക് ഓട്ടി. ഇതിനിടയിൽ ഗായകസംഘങ്ങൾ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ജനക്കൂട്ടം കരഘോഷം മുഴക്കാനും ആരംഭിച്ചു. എണ്ണയിൽ കുതിർത്ത ശീല വാലിന് മുഴുവൻ ചുറ്റിയ നിലയിൽ ഹനുമാൻ തെരുവീഥികളിൽ കൂടി കൊണ്ടുപോകപ്പെട്ടു. ഒടുവിൽ ലങ്കാനഗരിയുടെ കേന്ദ്രഭാഗത്ത് സമചതുരാകൃതിയിലുള്ള വിശാലമായ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ദർശനോത്സുകമായ ഒരു വമ്പിച്ച ജനക്കൂട്ടത്തിന്റെ മുമ്പാകെ വച്ച് ഹനുമാന്റെ പൂച്ചാഗ്രത്തിന് തീ കൊളുത്തി. പൊടുന്നനെ ഹനുമാൻ അതിസൂക്ഷ്മമായ ശരീരം സ്വീകരിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തെ കെട്ടിയിരുന്ന കയറുകളെല്ലാം അയഞ്ഞു വീണുപോയി. ആ നിമിഷം സ്വന്തം രൂപം അവലംബിക്കാനും ചാടിച്ചാടിപ്പോകാനും സാധിച്ചു. ഒരൊറ്റച്ചാട്ടത്തിന് ഹനുമാൻ കനകവർണമായ ഒരു മന്ദിരത്തിന്മേൽ എത്തി. രാമ രാമ എന്ന് ഉറക്കെ ഉച്ചരിച്ചു. രാക്ഷസന്മാരെല്ലാം നടുങ്ങി. എങ്ങോ നിന്ന് ഒരുഗ്രൻ കാറ്റളകി അതിവേഗതയോടെ വീശി. ഹനുമാൻ ആകാശത്തിൽ തലകുത്തിമറിഞ്ഞു. അദ്ദേഹം സന്തോഷം കൊണ്ട് മതിമറന്നു. കത്തിജ്വലിക്കുന്ന വാലും പിന്നിലിഴച്ചുകൊണ്ട് അദ്ദേഹം മന്ദിരത്തിൽ നിന്നും മന്ദിരത്തിലേക്ക് ചാടിച്ചാടി സഞ്ചരിച്ചു. വാലിന് നീളം കൂടിക്കൊണ്ടേയിരുന്നു. തെരുവിൽ നിന്നും തെരുവിലേക്ക് നീങ്ങുന്തോറും അഗ്നിജ്വാല വലുതായിക്കൊണ്ടിരുന്നു. ലങ്കാനഗരത്തിലെ മന്ദിരങ്ങളെല്ലാം ഈ കൂട്ടത്തീപിടുത്തത്തിലുൾപ്പെട്ടു. താമസിയാതെ എല്ലാം വെന്ത് വെണ്ണീറായി. രാക്ഷസന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടി നിരാശരായി കത്തിയെരിയുന്ന സദസ്സുകളെ ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. ഈ കുഴപ്പത്തിന് ആഴംകൂട്ടുമേൽ കന്നുകാലികൾ, കുതിരകൾ, കഴുതകൾ, ആനകൾ ഇവയെല്ലാം അവയുടെ ആലയങ്ങൾ വിട്ട് ഭീതിവലരായി പ്രാണവേദനയോടുകൂടി അങ്ങോട്ടുമിങ്ങോട്ടും ഓടിത്തുടങ്ങി. നഗരം മുഴുവൻ കൂട്ടക്കരച്ചിലും ആർത്തനാദവും അലർച്ചയും കാഹളസ്വരവും കൊണ്ട് നിറഞ്ഞു. അയ്യോ, രക്ഷിക്കണേ, ഞങ്ങളെ ആപത്തില്ലാത്തടത്തെത്തിക്കണേ എന്നിപ്രകാരമുള്ള പ്രാണവേദനയോടുകൂടിയ അഭ്യർത്ഥന സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ടങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് അന്തരീക്ഷത്തിൽ മാറ്റൊലിക്കൊണ്ടു. മണ്ഡോദരി രാജ്ഞി ഈ വിലാപങ്ങൾ കേട്ടു. രാജധാനിയുടെ കാവൽക്കാരായ ഭടന്മാരെ വിളിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും രാജധാനിയിൽ അഭയം കൊടുക്കാൻ ആജ്ഞ നൽകി. അവർ ദുഃഖത്തോടെ പറഞ്ഞു, കഷ്ടം! രാവണന്റെ മൗഢ്യവും മർക്കടമുഷ്ടിയും രാക്ഷസവംശത്തിന്റെ വിനാശത്തിന് കാരണമായിരിക്കുകയാണ്. ഇത് കൂട്ടക്കൊലയിലോ സമ്പൂർണ്ണ ജീവനാശത്തിലോ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഞാനും ദേവനായ വിഭീഷണനും വളരെയേറെ ഉപദേശിച്ചു നോക്കി അപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കാൻ കൂട്ടാക്കുകയുള്ളൂ. ഓരോ രാക്ഷസന്റെയും നാശത്തിലേ ഇത് കലാശിക്കുകയുള്ളൂ. പഴഞ്ചൊല്ലുണ്ടല്ലോ, വിനാശകാലേ വിപരീത ബുദ്ധിയെന്ന്. അദ്ദേഹത്തെ ദുഷ്കാലം സമീപിക്കുകയാണ്. അതുകാരണമാണ് ഈ പരമനീചമായ മാർഗങ്ങളിലൂടെ പോകുന്നത്. മണ്ഡോദരി നോക്കിയ ദിക്കിലെല്ലാം തീനാമ്പുകൾ പടർന്നുയരുന്നു. അഗ്നിജ്വാലയുടെ മധ്യത്തിൽ തുള്ളിച്ചാടുന്ന ഹനുമാനെ അവൾ കണ്ടു. ഓരോ വീട്ടിൽ നിന്നും ഹനുമാൻ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന ദീനവിലാപം. ഈ വീടൊഴിവാക്കൂ. അവർ കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുട്ടികളുടെ നേരെ ദയ തോന്നണേ. രാവണന്റെ അനുജനായ കുംഭകർണന്റെ പത്നി മുന്നോട്ടോടി വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലയോ രാമദൂത, എന്റെ ഭർത്താവ് ഗാഠനിദ്രയിലാണ്. ഞങ്ങളുടെ വീടിന് തീ കൊളുത്തരുതേ. അഗ്നിബാധയിൽ നിന്നും എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ. ലങ്ക സമ്പൂർണ്ണനാശത്തിൽപ്പെട്ട് പിടയുകയായിരുന്നു. രാവണനും ഈ ആപത്തിനെ സംബന്ധിച്ച് താമസവനറിഞ്ഞു. എല്ലാ ആയുധങ്ങളുമായി ആ കുരങ്ങനെ വളയുവാൻ അദ്ദേഹം ഭടന്മാർക്കാജ്ഞ നൽകി. അതിനനുസരിച്ച് ഹനുമാനെ സമീപിച്ചവരെല്ലാം അതിന്റെ കത്തിജ്വലിക്കുന്ന വാലുകൊണ്ടുള്ള നിഷ്കരുണമായ അടിയേറ്റ് ചിന്നിച്ചിതറി. വാലിലെ തീയിൽപ്പെട്ട് എതിർത്തവരിൽ അധികമാളുകളും ഒടുങ്ങി. സ്ത്രീകൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മേഘങ്ങളോട് പ്രാർത്ഥിച്ചു മഴ പെയ്ക്കൂ, ഈ വൻ അഗ്നിബാധയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ. മാല്യവാൻ അവരുടെ കഷ്ടസ്ഥിതി കണ്ട് സ്വയം പറഞ്ഞു, ഇത് മഴകൊണ്ട് കെടുത്താൻ കഴിയുന്ന തീയല്ല, സീതയുടെ അസഹ്യമായ ദുഃഖമാണ് ഇത്. മറ്റുള്ളവർ പറഞ്ഞു, രാവണനെതിരായുള്ള ക്രോധ അഗ്നിയുടെ ജ്വാലയാണിത്. അദ്ദേഹം അനുഭവിക്കാനിരിക്കുന്ന ശാപത്തിന്റെ ആഗ്നേയരൂപം. ഇത് ഈ നഗരത്തെ ചുട്ടുചാമ്പലാക്കും. അഗ്നിയുടെ ഉഗ്രജ്വാല യാതൊരു തളർച്ചയുമില്ലാതെ മന്ദിരാഗ്രത്തിൽ നിന്നും മന്ദിരാഗ്രത്തിലേക്ക് ചാടിച്ചാടിയെത്തി. ചിലപ്പോൾ ഹനുമാൻ ഹ്രസ്വകായനായും ചിലപ്പോൾ അതിദീർഘകായനായും മാറി. അദ്ദേഹം ഏതു രൂപം കൈക്കൊണ്ടിട്ടും നാശത്തിന്റെ ഗതിവേഗത്തിന് മാറ്റമൊന്നുമുണ്ടായില്ല. അഗ്നിജ്വാലകളുടെ ഇടവിട്ടുള്ള ചടപട ശബ്ദവും ചുവരുകൾ നിലം പതിക്കുന്ന ഇടവിടാത്തെയുള്ള ശബ്ദവും എല്ലാ ഭാഗത്തുനിന്നും കേൾക്കാമായിരുന്നു. സീതയും ഈ വാർത്ത കേട്ടു. അവർ തലയുയർത്തി നോക്കി. തോട്ടത്തിനു ചുറ്റും പുകയും തീപ്പൊരികളും പറന്നുയരുന്നു. ആകാശം പുക മൂലം കറുത്തിരുണ്ടിരുന്നു. ഉദ്യാനത്തിൽ അസഹ്യമായ ഉഷ്ണം അനുഭവപ്പെട്ടു. രാമന്റെ പരമഭക്തനായ ഹനുമാനെ രക്ഷിക്കണമെന്ന് സീത അഗ്നിദേവനോട് പ്രാർത്ഥിച്ചു. അവരുടെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട പ്രാർത്ഥന ഹനുമാന് പെട്ടെന്ന് ശീതളതയും സുഖവും നൽകി. ശരിയായ മാർഗം ഉപദേശിച്ചപ്പോൾ
ദുർഭാഷണത്തിലേർപ്പെടുകയും ഗുരുജനങ്ങൾ നൽകിയ ഉപദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്തതിന് രാവണൻ വമ്പിച്ച നഷ്ടവും മാനഹാനിയും അനുഭവിക്കേണ്ടിവന്നു. കണ്ണു ചിമ്മിത്തുറക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി അഗ്നി വിഴുങ്ങി. കുംഭകർണൻ ഗാഠനിദ്രയിൽ കിടക്കുന്ന ഗൃഹം, ഭക്തോത്തമനായ വിഭീഷണന്റെ ഗൃഹം, ഈ 2 ഗൃഹങ്ങൾ മാത്രമേ അഗ്നി വിഴുങ്ങാതിരുന്നുള്ളൂ. അനന്തരം ഹനുമാൻ കടലിലേക്ക് ചാടി വാൽ വെള്ളത്തിൽ മുക്കി തീകെടുത്തി. പിന്നീട് അദ്ദേഹം ഏറ്റവും കൃശഗാത്രനായൊരു കീശനായി മാറി സീതാസമീപമെത്തി നമസ്കരിച്ചു. മാതാവേ, അങ്ങ് പറയാനേൽപ്പിച്ചതെല്ലാം ഞാൻ സ്വാമിയോട് പറയാം. ഞാൻ ദേവിയെ കണ്ടുവെന്നുള്ളതിന് തെളിവായി എന്തെങ്കിലും എനിക്ക് തരൂ. സീത തെല്ലിടെ ആലോചിച്ചു. ശിരസിൽ നിന്നും രത്നചിത്രമായ ഒരാഭരണം ഊരിയെടുത്ത് അത് ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. ഹനുമാൻ അത് ബഹുമാനസൂചകമായി കണ്ണിലേലർത്തി സന്തുഷ്ടചിത്തനായി. സീതയുടെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു. സീത മാരുതിയെ അനുഗ്രഹിച്ചു. അവർ പറഞ്ഞു, ഹനുമാൻ, രാവണൻ എന്നിലേൽപ്പിക്കുന്ന പീഡ നീ നേരിട്ട് കണ്ടുവല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി വിസ്തരിക്കേണ്ട ആവശ്യം ഇനി എനിക്കില്ല. ദർശനമാകുന്ന ഭാഗ്യം എനിക്ക് അനുവദിക്കണമെന്ന് സ്വാമിയോട് പറയൂ. 1 മാസത്തിനിടയ്ക്ക് ലക്ഷ്മണനോടുകൂടി രാമൻ ലങ്കയെ ആക്രമിക്കണമെന്ന് പറയൂ. ഹനുമാൻ, ഈ 3 ദിവസവും ഞാൻ നിന്നിൽ നിന്നും രാമനെപ്പറ്റി കേട്ടും രാമനെപ്പറ്റി സംസാരിച്ചും നിന്നുകൊണ്ട് എന്റെ ഹൃദയം ശാന്തവും ശീതളവുമായി തീർന്നിരിക്കുന്നു. നീ പോയാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് രാവും പകലും ഇവിടെ കഴിച്ചുകൂട്ടുകയെന്ന് എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ വറ്റിയ കുളത്തിലെ മത്സ്യത്തിനു തുല്യമാകും. തീർച്ചയായും സർവ്വവ്യാപി യായനാഥൻ എന്നെ എപ്പോഴും കാത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ കമലനയനങ്ങളെ കണ്ട് ആസ്വദിക്കുക? ദേവിയിൽ വിശ്വാസവും ധൈര്യവുമുണ്ടാക്കാൻ ഹനുമാൻ വളരെ ഏറെ സംസാരിച്ചു. അദ്ദേഹം പലതവണ അപേക്ഷിച്ചു, അഭ്യർത്ഥിച്ചു, നമസ്കരിച്ചു. അങ്ങനെ ഒടുവിൽ യാത്രയായി. അശോകവനം വിടുന്നതിനു മുമ്പ് ഹനുമാൻ ഒരു യാത്രാശംസാ ഗർജനം ചെയ്തു. അത് ഭൂമിയെ വിറപ്പിച്ചു. ആ ഗർജനം കേട്ട് ദ്വീപിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൊടും ഭീതികൊണ്ട് വിറകൊണ്ടു. ഒരു താമസവും കൂടാതെ ഹനുമാൻ കടൽക്കരയിലെത്തി. അദ്ദേഹം ഹൃദയം രാമചിന്ത കൊണ്ടും കണ്ണുകൾ രാമന്റെ സൗന്ദര്യം കൊണ്ടും നിറച്ചു. രാമന്റെ നാമരൂപങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം കടൽ ചാടിക്കടന്നു. അടുത്ത നിമിഷത്തിനുള്ളിൽ മറുകരയിലെത്തി. അന്ന് കാർത്തികമാസത്തിലെ വെളുത്തവാവായിരുന്നു. ശീതളമായ ചന്ദ്രിക ഹൃദയത്തിന് ശമനൌഷധമത്രേ. രാമനാമം ശക്തിയും ആനന്ദവും ഉറപ്പിച്ചു. ഹനുമാൻ വിജയം നേടുകയും ചെയ്തു. ചക്രവാളത്തിൽ നിന്നും മുന്നോട്ടുവരുന്ന ഹനുമാനെ വളരെ ദൂരത്തുവെച്ച് തന്നെ കണ്ട കപികൂട്ടങ്ങൾക്കുണ്ടായ ആഹ്ലാദം വർണ്ണനാതീതമാണ്. അവർ ആനന്ദപൂർണരായി. അവരുടെ മുഖങ്ങൾ വികസിച്ചു. മാരുതി അടുത്തടുത്തു വരുന്നതോറും നവമായ തേജസ്സോടുകൂടി പ്രശോഭിച്ചു. രാമൻ ഏൽപ്പിച്ച കാര്യം നിറവേറ്റിയിരിക്കുന്നുവെന്ന് അവർ മതിമറന്നാഹ്ലാദിച്ചു. ഹനുമാന്റെ മടക്കയാത്രയെ പ്രതീക്ഷിച്ച് അവർ തികച്ചും 3 ദിവസങ്ങൾ കഴിച്ചിരുന്നു. അവരുടെ ഹൃദയം നിരാശ കൊണ്ട് ശുഷ്കമായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവർ ഇലകളും പുഷ്പങ്ങളും കൊണ്ടുള്ള ആവരണങ്ങളണിഞ്ഞ് കടൽക്കരയിൽ അണിനിരന്നു. ഹനുമാൻ കരയിൽ കാലുകുത്തുമ്പോൾ നെഞ്ചോട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി മുൻപോട്ടടുത്തുനിന്നു. ഹനുമാൻ നിലം സ്പർശിച്ചതുകൂടി അവർ ലങ്കയിൽ എന്ത് സംഭവിച്ചുവെന്നും സീതയുടെ സ്ഥിതിയും അവരുടെ ക്ഷേമവും എങ്ങനെയിരിക്കുന്നുവെന്നും ലങ്കയിലെ പരിസ്ഥിതികളും മറ്റ് സ്ഥിതികളും എന്തൊക്കെയാണെന്നും അദ്ദേഹത്തോട് ചോദിച്ചു. ഹനുമാൻ അവർക്കറിയേണ്ടതെല്ലാം ഉത്സാഹത്തോടുകൂടി അവരോട് പറഞ്ഞു. അനന്തരം രാമസവിധത്തിലേക്ക് യാത്രയായി. താമസിയാതെ അവർ മധുവനത്തിലെത്തി. അവിടെയുള്ള ഫലങ്ങളെല്ലാം തൃപ്തി വരുന്നതുവരെ പറിച്ചു തിന്നു. സീതയെ സംബന്ധിച്ച വിവരങ്ങളറിഞ്ഞാൽ ആ തോട്ടത്തിൽ കയറി ഇഷ്ടംപോലെ ഫലങ്ങൾ പറിക്കാൻ അനുവദിക്കുമെന്ന് സുഗ്രീവൻ അവർക്ക് വാക്കുകൊടുത്തിരുന്നു. തോട്ടം കാവൽക്കാർ അവരുടെ പ്രവേശനം തടയാൻ ശ്രമിച്ചു. പക്ഷേ വാനരന്മാർ തിക്കിത്തിരക്കി ഉള്ളിലേക്ക് കടന്നു. ഉടനെ കാവൽക്കാർ ഓട്ടി അവരുടെ യജമാനനെ കണ്ട് തോട്ടം കൊള്ളയടിക്കുന്ന വിവരം അറിയിച്ചു. ഇതു കേട്ടപ്പോൾ സുഗ്രീവൻ വികാരഭരിതനായി പറഞ്ഞു, ഓ, അവർ വിജയിച്ചിരിക്കുന്നു. രാമകാര്യം അവർ നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹം അതീവ സന്തുഷ്ടനായി. അദ്ദേഹം കാവൽക്കാരനോട് പറഞ്ഞു, ഇതവർ ആഘോഷിക്കുകയാണ്. ആനന്ദത്തിന്റെ ഉത്സവമാണ്. പൊയ്ക്കൊള്ളൂ, പരവശപ്പെടാതെ. ഇതിനിടയിൽ കപികൾ കൂട്ടംകൂട്ടമായി വന്ന് തങ്ങളുടെ രാജാവിനെയും സ്വാമിയെയും നമസ്കരിച്ചു. സുഗ്രീവൻ അവരെ നോക്കി മന്ദസ്മിതം തൂകി പറഞ്ഞു, ശരി, നിങ്ങളുടെ അന്വേഷണ സംഘത്തിന്റെ പ്രവൃത്തി സഫലമായെന്ന് ഞാനറിഞ്ഞു. അവർ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ കരുണ കൊണ്ടും ആശംസകൾ കൊണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പരിശ്രമത്തിൽ വിജയിച്ചിരിക്കുന്നു. ഈ വിജയം കൈവരുത്തിയത് ഒരു മഹാവീരനാണ്. അദ്ദേഹം ഞങ്ങൾക്ക് പുതുജീവിതം നൽകി. ഞങ്ങളിപ്പോൾ ജീവനോടുകൂടി അങ്ങയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമാണ് അതിനു കാരണം. അനന്തരം അവർ ലങ്കയിലെ അവസ്ഥകളെയും സീതയുടെ കഷ്ടസ്ഥിതിയെയും സംബന്ധിച്ച വസ്തുതകൾ അദ്ദേഹത്തെ അറിയിച്ചു. ഇതു കേട്ടപ്പോൾ സുഗ്രീവൻ പെട്ടെന്നെഴുന്നേറ്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇനി നാം 1 നിമിഷം താമസിക്കരുത്. അവർ വേഗം രാമസന്നിധിയിലേക്ക് തിരക്കിട്ടുപോയി.
സീതാന്വേഷണത്തിന്റെ വിവരവുമായി വാനരന്മാർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രാമൻ ലക്ഷ്മണനുമൊന്നിച്ച് അവരുടെ വരവും നോക്കി ഒരു കൂറ്റൻ കല്ലിന്മേലിരുന്നു. അവർ അതിവേഗത്തിൽ വന്ന് വികാരോത്തേജിതരായി രാമപാദങ്ങളിൽ നമസ്കരിച്ചു. ആദ്യമായി രാമൻ അവരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി അന്വേഷിച്ചു. അതിനിടയിൽ ജാംബവാൻ അവരുടെ ഇടയിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ എഴുന്നേറ്റു പറഞ്ഞു, അങ്ങയുടെ കരുണാർദ്രത നേടിയവർ തീർച്ചയായും അനുഗ്രഹീതരാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ആളുടെ കീർത്തി 3 ലോകങ്ങളിലും പരക്കും. അദ്ദേഹം ഹനുമാനെ പല പ്രകാരത്തിലും പ്രശംസിച്ചു. ഹനുമാൻ എഴുന്നേറ്റ് രാമന്റെ മുമ്പാകെ നമസ്കരിച്ചു. അദ്ദേഹം ലങ്കാദ്വീപിനെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചു. ആനന്ദത്തിന്റെയും അനുകമ്പയുടെയും കണ്ണുനീർ തൂകിക്കൊണ്ട് അദ്ദേഹം സീതയുടെ സ്ഥിതി വിവരിച്ചു. എന്നിട്ട് വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടി കൊണ്ടുവന്ന ചൂടാരത്നം രാമന്റെ കൈകളിൽ സമർപ്പിച്ചു. രാമൻ ഹനുമാനെ മാറോട് ചേർത്തുവച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ വായുധനയാ, സീതയെപ്പറ്റി ഇനിയും പറയൂ. ദേവിയുടെ സ്ഥിതിയെയും മനോവികാരങ്ങളെയും പറ്റി. ഹനുമാൻ പറഞ്ഞു, മഹാപ്രഭോ, അത് വിവരിക്കുക അസാധ്യമാണ്. സീത എല്ലും തോലുമേയുമുള്ളൂ. കാരണം ദേവി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. അവിടുത്തെ ദർശനത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയാണ്. അങ്ങയുടെ നാമജപം, അങ്ങയെപ്പറ്റിയുള്ള ചിന്തയുമല്ലാതെ ദേവിക്ക് മറ്റ് യാതൊരു ശ്രദ്ധയുമില്ല. ദേവിയുടെ അസംഖ്യം പ്രണാമങ്ങൾ അങ്ങയെ അറിയിക്കണമെന്ന് എന്നോടാവശ്യപ്പെട്ടിരിക്കുന്നു. ദേവി ലക്ഷ്മണനെപ്പറ്റിയും പലപ്പോഴും സ്മരിച്ച് കണ്ണുനീർ പൊഴിക്കുന്നു. രാവണൻ ദിവസവും രാവിലെയോ വൈകുന്നേരവും വന്ന് സംസാരിക്കുമ്പോൾ ഏൽപ്പിക്കുന്ന വാഗ്രൂപത്തിലുള്ള കരാറുകൾ ഞാൻ നേരിട്ട് കേട്ടതാണ്. ദേവി ഒരിക്കലും അവന്റെ പ്രലപനങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവർ എപ്പോഴും വിരഹവേദനയിലും അങ്ങയെക്കുറിച്ചുള്ള ചിന്തകളിലും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ തന്നെ സീതയെ രക്ഷിക്കൂ. രാമന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ സീതയുടെ കഷ്ടസ്ഥിതിയോർത്ത് കണ്ണുനീർ വാർത്തു. ലങ്കയിലെ സീതയുടെ ചിത്രം അദ്ദേഹത്തിന്റെ ഹൃദയം ദഹിപ്പിച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠാ, ഒട്ടും താമസിക്കരുതേ, എന്റെ ജ്യേഷ്ഠത്യമ്മയെ രക്ഷിക്കൂ. രാമൻ മന്ദഹാസപൂർവം മറുപടി പറഞ്ഞു, ലക്ഷ്മണാ, തിരക്കുകൂട്ടേണ്ട, കാത്തിരിക്കൂ. ഓരോ നടപടിയും എടുക്കേണ്ട സമയമുണ്ട്. ദുഃഖമാക്രമിക്കുമ്പോൾ വിഷണ്ണനാവുകയോ ആനന്ദം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യാതിരിക്കൂ. മൃദുവും ആശ്വാസകരവുമായ വാക്കുകളെക്കൊണ്ട് രാമൻകുമാരനെ സമാധാനിപ്പിച്ചു. അനന്തരം രാമൻ ഹനുമാനെ അടുത്തു വിളിച്ച് തന്റെ അടുത്തിരിക്കാൻ ക്ഷണിച്ചു. അദ്ദേഹം ആ ഭക്തനെ തന്റെ പാദങ്ങൾക്കരികിലിരുത്തി. രാമദേവൻ ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, ലങ്കയിലെ ഭരണത്തിന്റെ സ്വഭാവമെന്താണ്? നീ ലങ്കയ്ക്ക് തീ കൊളുത്തിയതെങ്ങനെ? ഹനുമാൻ പറഞ്ഞു, സ്വാമി, അങ്ങറിയാത്തതൊന്നുമില്ലല്ലോ. വാനരന്മാരുടെ ശക്തിയെപ്പറ്റി ഞാൻ എന്തു പറയാനാണ്? ശാഖയിൽ നിന്നും ശാഖയിലേക്ക് ചാടുന്ന മരമ്പാടികളല്ലേ ഞങ്ങൾ. കടലിന്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് ഞങ്ങൾക്കെങ്ങനെ ചാടാൻ കഴിയും? ഞങ്ങൾക്കെങ്ങനെ രാക്ഷസന്മാരെ അധീനമാക്കാൻ കഴിയും? ലങ്കാനഗരത്തെ ദഹിപ്പിക്കാൻ കഴിയും? ഇതെല്ലാം അവിടുത്തെ കാരുണ്യവും പ്രഭാവവും കൊണ്ടുമാത്രം കഴിഞ്ഞതാണ്. രാമനാമം നൽകുന്ന ശക്തിയും ധൈര്യവും മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിന് ഞങ്ങളെ സഹായിച്ചത്. സ്വന്തം നിലയ്ക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പ്രാപ്തനല്ല. എന്റെ വശമുണ്ടായിരുന്ന അവിടുത്തെ മോതിരം എന്നെ രക്ഷിക്കുകയും നയിക്കുകയും ചെയ്തു. പ്രഭോ, മോതിരം കണ്ടപ്പോൾ, അത് കയ്യിൽ ലഭിച്ചപ്പോൾ എന്തു സന്തോഷമാണ് മാതാവിനുണ്ടായതെന്നോ? ഇതൊരു സ്വപ്നമാണോ? അല്ലെങ്കിൽ സത്യമായും ഇത് രാമൻ എനിക്ക് അയച്ചു തന്നതെന്നോ? ദേവി ഇപ്രകാരം ആശ്ചര്യപ്പെട്ടു, സംശയിച്ചു. ഒടുവിൽ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. പ്രഭോ, മാതാവിന്റെ ദുഃഖം, അതീറ്റ മനോവേദന ഇവയാണ് ലങ്കയ്ക്ക് തീ കൊളുത്തിയത്, ഞാനല്ല. അവിടുന്ന് എന്നെ ഒരു ഉപകരണമായി തെരഞ്ഞെടുത്തു. ഈ വലിയ കാര്യങ്ങൾ